ജലരേഖയായി ലോകോത്തര ടൗൺഷിപ്പും 1,00,000-ഓളം പേർക്ക് തൊഴിലും വാഗ്ദാനം ചെയ്ത കൊച്ചി സ്മാർട്ട് സിറ്റി 2007 നവംബർ 16-ന് തറക്കല്ലിട്ട പദ്ധതിയിൽ നൽകിയ വാഗ്ദാനങ്ങൾ മാറി മാറി ഭരിച്ച ഇടത് വലതു സർക്കാരുകൾ പാഴ്വാക്കുകളാക്കി. 2.609 കോടി നിക്ഷേപം വാഗ്ദാനം ചെയ്ത IT പാർക്ക് പദ്ധതി സ്തംഭനാവസ്ഥയിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ IT പാർക്ക് 88 ലക്ഷം ചതുരശ്രടിയുള്ള കെട്ടിടം 90,000 പേർക്ക് തൊഴിൽ എന്നിങ്ങനെ നീളുന്നതായിരുന്നു വാഗ്ദാനങ്ങൾ. 2,609 കോടി രൂപ നിക്ഷേപം വാഗ്ദാനം ചെയ്ത് ദുബായ് ഹോൾഡിംഗ്സും കേരള സർക്കാരും സംയുക്തമായായിരുന്നു IT പാർക്കിനെ തുടക്കമിട്ടത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കാക്കനാട് ഇടച്ചിറയിലെ 246 ഏക്കറിൽ പൂർത്തിയായത് 6.5 ലക്ഷം ചതുരശ്ര അടിയുള്ള കെട്ടിടം മാത്രമാണ്. 1,00,000-ഓളം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തെങ്കിലും ലഭിച്ചത് 3,000-ഓളം പേർക്ക്. ലോകത്തെ വൻകിട IT കമ്പനികളെ കൊച്ചിയിലെത്തിക്കുമെന്നും വൻകിട ഹോട്ടലുകൾ, ഭവന സമുച്ചയങ്ങൾ എന്നിവയും പദ്ധതി ആലോചനകളിലുണ്ടായിരുന്നു. നിലവിൽ പൂർത്തിയായ കെട്ടിടത്തിൽ വൻകിട IT കമ്പനികളൊന്നുമില്ല. സ്വകാര്യ സംരംഭകരുടെ IT സ്ഥാപന പ്രഖ്യാപനങ്ങളും വെറുതെയായി. സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകാത്തതാണ് സ്മാർട്ട് സിറ്റിയെ സ്തംഭനാവസ്ഥയിലാക്കുന്നത്. പിണറായി വിജയൻ സർക്കാരും കൊച്ചിയിലെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ തിരിഞ്ഞു നോക്കുന്നില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ദുബായ് ഹോൾഡിംഗ്സിന് 84%, കേരള സർക്കാരിന് 16% ഓഹരി വിഹിതവുമാണുള്ളത്. ജനം, കൊച്ചി.